പത്തനംതിട്ട മല്ലപ്പള്ളി ആനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിൽ കയറി യുവാവിൻ്റെ നഗ്നതാ പ്രദർശനം. ആനക്കാട് സ്വദേശി അജിത് ഫ്രാൻസിസ് ആണ് ഈ കേസിൽ പിടിയിലായിരിക്കുന്നത്. പ്രസിഡന്റ് സൂസൻ ഡാനിയലിന്റെ ചേംബറിൽ അതിക്രമിച്ചു കയറിയാണ് നഗ്നതാ പ്രദർശനവും അസഭ്യവർഷവും നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതിയിൽ പോലീസ് കേസ് കാര്യമുണ്ടോ? ഇവിടെ എന്നാ ചെയ്തവൻ? ഇവരെന്നാ ചെയ്ത്? ഇവിടെ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ എന്നാ ചെയ്തു? ബേബി സാർ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്നാക്കെ ചെയ്തു? ബേബി സാറിന് അറിയാലോ എന്നാക്കെ ചെയ്തത്. ഏത് പഞ്ചായത്ത് മെമ്പറായി പാവപ്പെട്ടവൻ എന്നാ ഒരു എന്നാലും കോപ്പി ചെയ്തു? പിന്നെ ഇവന്റെ അല്ലോ പറയേണ്ട കാര്യമുണ്ട് സാറേ. ആര് പറഞ്ഞല്ലോ? പിന്നെ ഇവൻ ഈ നടക്ക് വണ്ടി നടത്തിട്ട് എന്നോട് ഈ ഡയലോഗ് ഇറക്കേണ്ട കാര്യമുണ്ട്. എന്നോടാണ് പറഞ്ഞേ. നിങ്ങളങ്ങോട്ട് പറയുന്നു. നിങ്ങളങ്ങോട്ട് പറയുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്നെ കൊണ്ടാണ് വയലമെന്റ് കൊണ്ടുപോകാൻ പരിഹരിക്കുന്നു. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇവിടെ ജനപ്രതിനിധികളായ സ്ത്രീകൾക്ക് പോലും ഈ നാട്ടിൽ ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്. ഈ ആനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയലിന്റെ ഓഫീസിൽ കയറി, പഞ്ചായത്തിലെ ഓഫീസിൽ കയറിയാണ് ഈ രീതിയിൽ അതിക്രമം കാട്ടിയത്. എന്താണ് പ്രകോപന കാരണം? ടോം, തിങ്കളാഴ്ച 4 മണിയോട് കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ആനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയലിന്റെ ചേംബറിനുള്ളിൽ കയറിയാണ് ഇത്തരത്തിൽ അജിത്ത്, അതായത് അയിരൂർത്തറ മല്ലപ്പള്ളി സ്വദേശിയായ അയിരൂർത്തറ സ്വദേശി അജിത്താണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. മദ്യപിച്ച് എത്തുകയും ബൈക്കിലാണ് എത്തിയത്. അജിത്ത് ബൈക്കിലെത്തുന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അവിടെ എത്തിയതിനു ശേഷം മറ്റൊരു വാഹനം പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊരു തർക്കമുണ്ടായി. ഒരു പഞ്ചായത്ത് മെമ്പറുടെ വാഹനം ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലിട്ടിരുന്നു. അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കം അവിടെ ഉണ്ടായി. ആ തർക്കത്തിന്റെ പേരിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിലേക്ക് ഇയാൾ അതിക്രമിച്ചു കയറിയതിനു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ചീത്ത വിളിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ അസഭ്യ വാക്കുകൾ പറയുകയും ഒപ്പം നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത് ഒപ്പം തടയാൻ ശ്രമിച്ച ജീവനക്കാരെയും ഒപ്പം വനിതാ ജീവനക്കാരെ അടക്കം ഇത്തരത്തിൽ ഇദ്ദേഹം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യ വാക്കുകൾ പറയും ഒപ്പം ഈ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ഇത് അതിനുശേഷം ഇയാളെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമം കൂടി ഓഫീസിലെ ജീവനക്കാർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ എല്ലാം ഇയാൾ തടയുന്ന രീതിയിലാണ് ഉണ്ടായത്. എന്തായാലും വളരെ മോശമായ രീതിയിലാണ് ആ പഞ്ചായത്ത് ഓഫീസിൽ ഒരു അരമണിക്കൂറോളം ഈ അജിത്ത് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ കീഴ്വായ്പ ഒരു പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഓഫീസിൽ അതിക്രമിച്ച് കടന്ന് നഗ്നതാ പ്രദർശനം നടത്തിയതിനും ഒപ്പം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ആനിക്കാട് പഞ്ചായത്തിലാണ് ഈ തിങ്കളാഴ്ച ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വളരെ മോശമായ രീതിയിൽ വളരെ അസഭ്യ വാക്കുകൾ പറഞ്ഞ് ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലും ഈ നഗ്നതാ പ്രദർശനം ഓഫീസിന് വെളിയിൽ വെച്ചും അദ്ദേഹം അത്തരത്തിലൊരു നഗ്നതാ പ്രദർശനം നടത്തിയിട്ടുണ്ട്. നമുക്ക് പ്രവൃത്തി കണ്ടപ്പോൾ ഒരു സ്വബോധത്തിലാണെന്ന് തോന്നുന്നില്ലല്ലോ ശശിനാരായണൻ. മദ്യലഹരിയിലോ മറ്റോ ആണോ, അതായത് മാനസിക വിഭ്രാന്തിയിലാണോ ഇയാൾ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തത്? ടോം, മദ്യലഹരിയിലായിരുന്നു. ബൈക്കിൽ വരുമ്പോൾ ലഹരി തന്നെയാണ് ഈ അജിത്ത് എത്തിയത്. ബൈക്കിലാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടിയുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ വന്നതിന് ശേഷം അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഹനം മാറ്റുന്നതിനെ സംബന്ധിച്ച് മാറ്റിയിടണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. പക്ഷെ അവിടത്തിൽ ആ വാഹനം മാറ്റിയിടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. ബൈക്ക് വെക്കുന്നതിനോ മറ്റു കാര്യങ്ങളോ തടസ്സങ്ങളും ഇല്ല. ഒരു കാരണവുമില്ലാതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആ തർക്കത്തിന്റെ പിന്നിലാണ് ഓഫീസിനുള്ളിലേക്ക് ഇയാൾ അതിക്രമിച്ച് കയറുന്നത്. വനിതാ പ്രസിഡന്റാണ് സൂസൻ ഡാനിയൽ ഓഫീസിൽ ആ സമയത്തുണ്ടായിരുന്നു. അവരുമായി വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. വനിതാ ജീവനക്കാരും ആ സമയം ഓഫീസിലുണ്ടായിരുന്നു. മറ്റ് സഹപ്രവർത്തക ജീവനക്കാർ ഇയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാതെയാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അസഭ്യ വാക്കുകൾ പറഞ്ഞ് ഈ ഓഫീസിനുള്ളിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഈ ജീവനക്കാരെ ഈ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ടോം, ഇതിനു മുൻപ് ഇത്ര ഏതെങ്കിലും കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുള്ളതാണോ? ഇങ്ങനെ കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ, ഒരു സ്ത്രീ ആയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇങ്ങനെ അസഭ്യവർഷം നടത്തുന്നു, നഗ്നതാ പ്രദർശനം നടത്തുന്നു.
ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഏതെങ്കിലും പരാതികളോ കേസോ ഉണ്ടോ? ഇതുവരെ ലഭിച്ചിട്ടുള്ളതാണ് പോലീസ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ മദ്യപിക്കുന്ന ആളാണ്. മറ്റു രീതിയിലുള്ള വലിയ രീതിയിലുള്ള കുറ്റങ്ങളോ പരാതികളോ ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ ഈ മദ്യപിച്ച് ഉണ്ടായ ഒരു പ്രകോപനം, ഒരു കാരണവുമില്ലാതെ ഈ വാഹനം മാറ്റിയിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന വാഹനം മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ചില തർക്കങ്ങളുണ്ടായി. അതിനുശേഷമാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ കയറിയതിനു ശേഷം ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റുമായി വാക്കേറ്റം ഉണ്ടായി. തുടർന്ന് ഈ നഗ്ന പ്രദർശനം നടത്തിയെന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ മോശമായ സ്ത്രീകൾ ജീവനക്കാരായുള്ള ഓഫീസാണ്. കുറച്ച് പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഇയാളെ ഈ തർക്കത്തിനിടയിൽ അനുനയിപ്പിച്ച് പറഞ്ഞു വിടാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ വീണ്ടും അവിടെ നിലയുറപ്പിച്ചാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഒരു അസഭ്യ വാക്കുകൾ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ആക്രമിക്കുന്ന തരത്തിലൊക്കെ വളരെ ഈ മദ്യത്തിന്റെ ലഹരിയിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ കയറിയാണ് ഈ രീതിയിൽ യുവാവ് അതിക്രമം കാട്ടിയത്. കൊച്ചി